ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ. ചായം ചിഹ്നം ശലഭം സമയാസൻ മായിക ലോകത്തിൽ നിന്നും വരൂ. ഈ ഭൂവിൽ 1000 വർണ്ണങ്ങൾ തൂകുവാനായി തെളിയും മഴവിൽ Extract of nature. Samiya's Wedding Arcade, SBT Building, Velakudi, Kunnikode. Elegant Restaurant, Sara Complex near Union Bank, TB Junction, KP Road, Punalur. ചരിത്രം വിളിച്ചോതുന്ന തൂക്കുപാലത്തിന്റെ മണ്ണിൽ പുതുമയിലും വൃത്തിയിലും സംസ്കാരത്തിലും പുതിയൊരു രുചിക്കൂട്ട്. ഞങ്ങളുടെ മാത്രം പ്രത്യേകതകൾ: AC, non-AC ഡൈനിങ്, കിഡ്സ് പ്ലേ ഏരിയ, അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം. അതിവിശാലമായ ഞങ്ങളുടെ വിഭവശ്രേണിയിൽ ഞങ്ങളുടെ മാത്രം രുചിക്കൂട്ടിൽ തയ്യാർ ചെയ്ത ദം ബിരിയാണി, കലം ബിരിയാണി, വിവിധതരം മത്സ്യ വിഭവങ്ങൾ, നാടൻ വിഭവങ്ങൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ, ഡെസേർട്ടുകൾ, ഫ്രഷ് ജ്യൂസുകൾ, ഷേക്കുകൾ മുതലായവ ഞങ്ങൾ പുതുമയിൽ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഇനാഗുറൽ ഓഫർ ഫോർ ആൾ അറേബ്യൻ ഫുഡ്, സ്പെഷ്യൽ പാക്കേജ് ഫോർ ഗെറ്റ് ടുഗദർ ഫംഗ്ഷൻ, ഫാമിലി മീറ്റിംഗ്, ബർത്ത്ഡേ പാർട്ടീസ്, ആൾ അതർ ഫംഗ്ഷൻ. പുനലൂരിന്റെ ചരിത്രത്തിലാദ്യമായി ഹോം ഡെലിവറി സൗകര്യവും ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിളിക്കുക 0475229077. എലഗന്റ് റെസ്റ്റോറന്റ്, സാറ കോംപ്ലക്സ് നിയർ യൂണിയൻ ബാങ്ക്, TB ജംഗ്ഷൻ, KP റോഡ്, പുനലൂർ. എലഗന്റ് റെസ്റ്റോറന്റ്, ഗെറ്റ് മോർ ഓഫ് വാട്ട് യു റിയലി വാണ്ട്. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുജിത് സുരേന്ദ്രൻ. പ്രധാന വാർത്തകൾ. ദേശീയപാതയിലും സംസ്ഥാന പാതകളിലും അപകടങ്ങൾ തുടർക്കഥ. അമിതവേഗവും അധികൃതരുടെ അനാസ്ഥയും അപകടം പെരുകാൻ കാരണം. അപകടത്തിൽ ജീവൻ പൊലിഞ്ഞ ബോണി ബെഞ്ചമിന് യാത്രാമൊഴി. പത്തനാപുരത്ത് ക്രിസ്തീയ മാനേജ്മെന്റിനെതിരെ ഭൂമി കയ്യേറ്റം ആരോപിച്ച് BJP. ഭൂമി തിരിച്ചുപിടിച്ച് ഭൂരഹിതർക്ക് നൽകണമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് PM വേലായുധൻ. പുനലൂർ താലൂക്ക് ആശുപത്രിയെ ജില്ലാ ആശുപത്രിയായി ഉയർത്തുമെന്ന മന്ത്രിയുടെ പ്രഖ്യാപനം പാഴ്വാക്കാകുന്നു. മാസങ്ങൾ കഴിഞ്ഞിട്ടും നടപടിയില്ല. ശിവരാത്രി നിറവിൽ നാടും നഗരവും. ശിവക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്ക്. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ മരിച്ച ബോണി ബെഞ്ചമിന് സഹപാഠികളുടെയും അധ്യാപകരുടെയും നാട്ടുകാരുടെയും എല്ലാം കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. പുനലൂർ സെന്റ് തോമസ് സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. കഴിഞ്ഞ രാപ്പകലുകൾക്ക് മുമ്പ് വരെ തങ്ങളോട് കഥ പറഞ്ഞും കളി പറഞ്ഞും കൂട്ടുകൂടിയും യാത്ര പറഞ്ഞു പിരിഞ്ഞ കൂട്ടുകാരൻ ബോണി വെള്ളിയാഴ്ച സ്കൂൾ കവാടം കടന്ന് കൂട്ടുകാർക്കരികിലെത്തിയത് ചേതനയറ്റ ശരീരമായായിരുന്നു. പ്രഭാതങ്ങളിൽ എന്നും ചിരിച്ചഭിവാദ്യം ചെയ്തെത്തുന്ന അവൻ സ്കൂളിലെത്തിയ അവസാന ദിനത്തിൽ ആരോടും ഒന്നും മിണ്ടിയില്ല. അവന്റെ അടഞ്ഞ കണ്ണുകൾ കരഞ്ഞുകലങ്ങിയ കൂട്ടുകാരുടെ കണ്ണുകളോട് അവസാന യാത്ര പറയുകയായിരുന്നു. നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, പൊതുപ്രവർത്തകർ, അധ്യാപകർ, അനധ്യാപകർ, സ്കൂൾ മാനേജ്മെന്റ്, സഹപാഠികൾ തുടങ്ങി നിരവധി പേരാണ് പുനലൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച ബോണിയുടെ മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. അരമണിക്കൂറോളം പൊതുദർശനത്തിന് വെച്ച ശേഷം മൃതദേഹം വിലാപയാത്രയായി കുറ്റിക്കോണം ക്രിസ്തുരാജ് പള്ളിയിലേക്ക് കൊണ്ടുപോയി. സംസ്കാരം ശനിയാഴ്ച മൂവാറ്റുപുഴ കാവക്കാട് സെന്റ് മേരീസ് പള്ളി സെമിത്തേരിയിൽ നടക്കും. വിളക്കുടി കുളപ്പുറം വള്ളംകുന്നേൽ വീട്ടിൽ BJ ബെഞ്ചമിന്റെയും ബിന്ദുവിന്റെയും മകനാണ് ബോണി. റോണി ബെഞ്ചമിൻ സഹോദരനാണ്. ലൈവ് വാർത്ത, പുനലൂർ. ദേശീയപാതയിലും മറ്റ് സംസ്ഥാന പാതകളിലും അപകടങ്ങൾ പതിവാകുന്നു. വാഹനങ്ങളുടെ അമിതവേഗവും പാതയോടുള്ള അധികൃതരുടെ അനാസ്ഥയുമാണ് അപകടങ്ങൾ പെരുകാൻ കാരണം. അഞ്ചൽ ഇടമുളയ്ക്കലിൽ KSRTC ബസ് ഓട്ടോയിലിടിച്ച് ഗർഭിണി ഉൾപ്പെടെ 2 യുവതികൾ മരണപ്പെട്ടതിന്റെ ഞെട്ടൽ മാറും മുമ്പാണ്
കഴിഞ്ഞ ദിവസം പുനലൂരിൽ ബൈക്കിൽ KSRTC ബസ്സിടിച്ച് +1 വിദ്യാർത്ഥി മരണപ്പെട്ടത്. പിതാവിനൊപ്പം ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന +1 വിദ്യാർത്ഥി ബോണി ബെഞ്ചമിനാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത്. ദേശീയപാതയിലും മറ്റ് സംസ്ഥാന പാതകളിലുമുള്ള വാഹനങ്ങളുടെ അമിത വേഗവും സുരക്ഷിത വാഹനയാത്രകൾക്കുള്ള പരിമിതിയുമാണ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നത്. ദേശീയപാത അധികൃതരും പൊതുമരാമത്ത് വകുപ്പ് അധികൃതരും റോഡിനോട് കാണിക്കുന്ന അവഗണനയും സുരക്ഷിത യാത്രയെ പ്രതികൂലമായി ബാധിക്കുന്നു. മാസങ്ങൾക്ക് മുമ്പ് കലയനാട് റോഡ് ഇടിഞ്ഞു താണ ഭാഗം പുനർനിർമ്മിക്കാൻ പോലും ഇനിയും ദേശീയപാത വിഭാഗത്തിന് കഴിഞ്ഞിട്ടില്ല. ഇവിടെ ദേശീയപാതയുടെ അതിർത്തി കൃത്യമായി നിർണയിച്ചിട്ടില്ലാത്തതാണ് നിർമ്മാണം വൈകാൻ കാരണമായി അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത്. പാതയോരങ്ങളിലെ അനധികൃത പാർക്കിങ്ങും കയ്യേറ്റങ്ങളും മൂലം റോഡിന് വീതി കുറയുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അപകട സാധ്യത കൂടിയ മേഖലകളിൽ പോലും കൃത്യമായ സൂചനാ ബോർഡുകളോ സ്പീഡ് ബ്രേക്കറുകളോ സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. പിതാവിനൊപ്പം ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന +1 വിദ്യാർത്ഥി ബൈക്കിടിച്ച് മരിച്ചത് ഈ റോഡിൽ വെച്ചാണ്. നമ്മുടെ അധികൃതർ ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ ഇനിയും നമ്മുടെ പൊതുനിരത്തുകൾ ചോരക്കളമാകും. ക്യാമറമാൻ മുരുകേഷിനൊപ്പം ആർ വിജിത്ത്, ലൈവ് വാർത്ത. ചപ്പുചവറുകൾ തീയിട്ട് കത്തിക്കുന്നതിനിടെ വൃദ്ധ പൊള്ളലേറ്റ് മരിച്ചു. ഏറം മഹാത്മാനഗറിൽ പുതുമംഗലത്ത് വീട്ടിൽ രത്നമ്മയാണ് മരിച്ചത്. ഏറം മഹാത്മാനഗറിൽ പുതുമംഗലത്ത് വീട്ടിൽ രത്നമ്മയാണ് മരിച്ചത്. വ്യാഴാഴ്ച രാവിലെ 11:30യോടെയായിരുന്നു സംഭവം. വീട്ടുപുരയിടത്തിലെ കരിയിലെയും മറ്റും തൂത്തുകൂട്ടി കത്തിച്ചു കളയവേ അബദ്ധത്തിൽ രത്നമ്മയുടെ വസ്ത്രത്തിൽ തീപിടിച്ച് ഗുരുതരമായി പൊള്ളലേറ്റുവത്രേ. ഉടൻ തന്നെ ബന്ധുക്കളും പരിസരവാസികളും ചേർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാത്രി 7:30യോടെ മരണം സംഭവിച്ചു. പരേതനായ അരവിന്ദാഷനാണ് ഭർത്താവ്. സുരേഷ് മണി, ഉദയകുമാർ, അംബിക, രമ എന്നിവർ മക്കളും പ്രസാദ്, സണ്ണി, ഷൈല, അജിത എന്നിവർ മരുമക്കളുമാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പുനലൂർ കോടതി സമുച്ചയത്തിന്റെ നിർമ്മാണം നിലച്ചിട്ട് 1 വർഷം പിന്നിടുന്നു. ഹൈക്കോടതി രജിസ്ട്രാർ ഇടപെട്ടിട്ടും നിർമ്മാണം പുനരാരംഭിക്കാത്ത അവസ്ഥയാണ്. നഗരത്തിലെ വിവിധ കോടതികൾ ഒരു കുടക്കീഴിൽ ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുനലൂരിൽ കോടതി സമുച്ചയം നിർമ്മാണം ആരംഭിച്ചത്. 3 കോടി ചെലവഴിച്ചായിരുന്നു നിർമ്മാണം. എന്നാൽ കോടതി സമുച്ചയത്തിന്റെ നിർമ്മാണം നിലച്ചിട്ട് 1 വർഷം പിന്നിടുകയാണ്. കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ ടോക്കൺ തുക കോടതി സമുച്ചയത്തിന് വകകൊള്ളിച്ചുവെങ്കിലും നിർമ്മാണ പ്രവർത്തനം പുനരാരംഭിച്ചില്ല. കോടതി സമുച്ചയത്തിന്റെ നിർമ്മാണം പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് അഭിഭാഷക സംഘടനകൾ ഒട്ടേറെ തവണ വകുപ്പ് മന്ത്രിമാരെ സമീപിച്ചിരുന്നു. ഇതിനു പുറമെ ഹൈക്കോടതി രജിസ്ട്രാറും സർക്കാരിന് കത്ത് നൽകിയിരുന്നു. നിലവിൽ കോടതി സമുച്ചയവും പരിസരങ്ങളും കാടുപിടിച്ച് കിടക്കുകയാണ്. 3 മാസം മുൻപ് പുനലൂരിൽ സബ് കോടതി പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. എന്നിട്ടും കോടതി സമുച്ചയത്തിന്റെ നിർമ്മാണം എങ്ങുമെത്താത്ത സ്ഥിതിയാണ്. കോടതി സമുച്ചയത്തിന്റെ നിർമ്മാണം എത്രയും വേഗം പുനരാരംഭിക്കണമെന്ന ആവശ്യവുമായി വിവിധ സംഘടനകൾ ഉൾപ്പെടെ രംഗത്തെത്തിക്കഴിഞ്ഞു. ലൈവ് വാർത്ത, പുനലൂർ. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്ന് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു. കുട്ടികളുടെ സാമ്പത്തിക സഹായം കൊണ്ട് സഹപാഠിക്ക് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പൊതുവിദ്യാലയങ്ങളുടെ നിലവാരം 2 വർഷം കൊണ്ട് ലോക നിലവാരത്തിൽ എത്തിക്കുന്നതിനുള്ള യജ്ഞത്തിലാണ് സർക്കാരും ജനങ്ങളും ഏർപ്പെട്ടിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഗവൺമെന്റ് സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളും അടക്കമുള്ള കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു. വരുന്ന 2-3 വർഷങ്ങൾക്കുള്ളിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ നിലവാരം ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസമാക്കി മാറ്റുക. അതിന് പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കണം. അതുപോലെ തന്നെ വിദ്യാഭ്യാസ ഗുണനിലവാരം മെച്ചപ്പെടണം. ഇവയെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് കേരളത്തിൽ ഗവൺമെന്റിന്റെ ആഭിമുഖ്യത്തിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഒരു മിഷൻ പ്രവർത്തനം തന്നെ ഇതിനു വേണ്ടിയിട്ട് ആരംഭിക്കും. അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടികൾ സാമ്പത്തിക സഹായം നൽകി സഹപാഠിക്ക് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ കൈമാറ്റവും മന്ത്രി നിർവഹിച്ചു. വിദ്യാർത്ഥികൾ പഠനത്തോടൊപ്പം സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരാകാനുള്ള പാഠവും സ്വായത്തമാക്കണമെന്നും സമൂഹത്തിൽ ആർദ്രതയോടെ പെരുമാറാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്നും ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ NK പ്രേമേന്ദ്രൻ MP അഭിപ്രായപ്പെട്ടു. PTA പ്രസിഡന്റ് KG ഹരി അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ J സുരേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. K സോമപ്രസാദ് MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ജഗദമ്മ, ജില്ലാ പഞ്ചായത്ത് അംഗം KC ബിനു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജു സുരേഷ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാ ചന്ദ്രബാബു, പൊതുവിദ്യാഭ്യാസ ഉപഡയറക്ടർ KS ശ്രീകല, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗിരിജ മുരളി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. തിരുവനന്തപുരം കിൻഫ്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്രീൻഫീൽഡ് കപ്സും സ്പോർട്സ് നെറ്റ്വർക്കിംഗ് നെതർലൻഡും സംയുക്തമായി പുനലൂരിൽ ആദ്യമായി യൂറോപ്യൻ ഫുട്ബോൾ പരിശീലന കളരി ആരംഭിക്കുന്നു.
പുനലൂർ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ UFA A ലൈസൻസ്ഡ് കോച്ചുമാരുടെ നേതൃത്വത്തിൽ ശനി ഞായർ ദിവസങ്ങളിൽ പരിശീലനം. 6 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പരിശീലനത്തിൽ പങ്കെടുക്കാം. GFCയുടെ വിവിധ പ്രോഗ്രാമുകളായ കപ്പ് സോക്കർ ലീഗ്, ഡിസ്ട്രിക്ട് ടീം, റെഗുലർ ട്രെയിനിംഗ് പ്രോഗ്രാം എന്നിവയുടെ ഭാഗമാകാൻ സുവർണാവസരം. ഏപ്രിലിൽ നടക്കുന്ന സ്പെഷ്യലൈസ്ഡ് ഇന്റൻസീവ് വൊക്കേഷണൽ ട്രെയിനിംഗ് പ്രോഗ്രാമിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ലെവൽ 1 ട്രെയിനിംഗ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് നെതർലൻഡിൽ തുടർ പരിശീലനത്തിന് അവസരം. For admission contact 9072590001 9072590002. ആൻസി കാറ്ററിംഗ് സർവീസ് മഞ്ഞവൻകര പുനലൂർ. സദ്യ, ബിരിയാണി, ഫ്രൈഡ് റൈസ് തുടങ്ങി എല്ലാവിധ കാറ്ററിംഗ് സർവീസുകളും ഉത്തരവാദിത്വത്തോടെ ചെയ്ത് നൽകപ്പെടുന്നു. കൂടാതെ വിവാഹ സംബന്ധമായ മേശ, കസേര, പന്തൽ വർക്കുകൾ, അലങ്കാരങ്ങൾ എന്നിവയും ആൻസി കാറ്ററിംഗ് സർവീസിൽ നിന്നും ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകപ്പെടുന്നു. ആൻസി കാറ്ററിംഗ് സർവീസ് മഞ്ഞവൻകാല പുനലൂർ. ഫോൺ 9388709485. സ്വർണം വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങും. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കേസ്. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി ഡിസൈൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. പുനലൂർ താലൂക്ക് ആശുപത്രിയെ ജില്ലാ ആശുപത്രി പദവിയിലേക്ക് ഉയർത്തുമെന്ന മന്ത്രിയുടെ പ്രഖ്യാപനം പാഴ്വാക്കാകുന്നു. 2 മാസം മുമ്പാണ് താലൂക്ക് ആശുപത്രിയെ മോഡൽ ആശുപത്രിയായി ഉയർത്തുമെന്ന മന്ത്രി പ്രഖ്യാപിച്ചത്. ജില്ലാ ആശുപത്രിയിലെത്തുന്ന അത്ര തന്നെ രോഗികൾ എത്താറുള്ള പുനലൂർ താലൂക്ക് ആശുപത്രിയെ ജില്ലാ ആശുപത്രിയാക്കി ഉയർത്തുമെന്നായിരുന്നു വകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനം. 2 മാസം മുമ്പ് പുനലൂരിലെത്തി പ്രഖ്യാപനം നടത്തി മന്ത്രി പോയിട്ട് തുടർ നടപടികൾ എങ്ങും എത്തിയിട്ടില്ല. കൂടുതൽ സൗകര്യങ്ങളും ചികിത്സാ സംവിധാനങ്ങളും അവാർഡുകളുമെല്ലാം പുനലൂർ താലൂക്ക് ആശുപത്രിയെ തേടിയെത്തിയതോടെ താലൂക്കിന്റെ പരിധിക്ക് പുറത്തുനിന്ന് പോലും കൂടുതൽ രോഗികളാണ് ഇപ്പോൾ ഇവിടെ എത്താറുള്ളത്. മറ്റ് താലൂക്ക് ആശുപത്രികളെ വെല്ലുന്ന സുസജ്ജമായ ഡയാലിസിസ് യൂണിറ്റും ജില്ലാ ക്യാൻസർ കെയർ യൂണിറ്റും സ്പെഷ്യാലിറ്റി OPയും ആധുനിക പ്രസവമുറിയും കുട്ടികളുടെ വാർഡും മിക്ക പരിശോധനകൾക്കും സുസജ്ജമായ ലബോറട്ടറിയും ഉൾപ്പെടെ നിരവധി സൗകര്യങ്ങളാണ് പുനലൂർ താലൂക്ക് ആശുപത്രിയിലുള്ളത്. ജില്ലാ ആശുപത്രിയിൽ 59 ഡോക്ടർമാരുള്ളപ്പോൾ പുനലൂരിൽ 19 ഡോക്ടർമാർ മാത്രമാണ് 2000-ലധികം രോഗികളെ പരിശോധിക്കാൻ ഔട്ട് പേഷ്യന്റ് വിഭാഗത്തിലുള്ളത്. ലൈവ് വാർത്ത, പുനലൂർ. ശിവരാത്രി നിറവിൽ നാടും നഗരവും. ശിവരാത്രിയോടനുബന്ധിച്ച് വിശേഷാൽ പൂജകളും പ്രത്യേക വഴിപാടുകളുമെല്ലാം ക്ഷേത്രങ്ങളിൽ നടന്നു. പാലാഴിമഥന സമയത്ത് വാസുകിയിൽ നിന്നും പുറത്തുവന്ന കാളക്കൂട വിഷം ഭക്ഷിച്ച ശിവന്റെ ആയുരാരോഗ്യത്തിനായി പാർവതീദേവി ഉറക്കമിളച്ച് പ്രാർത്ഥിച്ചതിന്റെ ഓർമ്മയാണ് ശിവരാത്രിയുടെ ഐതിഹ്യം. ശിവരാത്രി ദിനത്തിൽ വ്രതം നോൽക്കുന്നതും ഏറെ പുണ്യമാണെന്നതാണ് സനാതനധർമ്മത്തിന്റെ വിശ്വാസം. ശിവരാത്രി ദിനത്തിൽ ഭക്തർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ശിവനാമങ്ങൾ ജപിക്കുകയും വഴിപാടുകൾ നടത്തുകയുമൊക്കെ ചെയ്യുന്നു. ഉറക്കമിളച്ച് അഖണ്ഡനാമം ജപിക്കുകയും ചെയ്യും. ശിവരാത്രി നാളിൽ നാട്ടിലെ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ വിശേഷാൽ പൂജകളും അന്നദാനവും വഴിപാടുകളുമൊക്കെ നടന്നു. ഇളമ്പൽ ശ്രീമഹാദേവ ക്ഷേത്രത്തിൽ നടന്ന ശിവരാത്രി പൊങ്കാലയിൽ നിരവധി ഭക്തരാണ് പങ്കെടുത്തത്. പുനലൂർ തൃക്കോതേശ്വരം ശ്രീമഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവ ഘോഷയാത്രയിൽ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ താലപ്പൊലി, മുത്തുകുട, നാദസ്വരം, പഞ്ചവാദ്യം, ചെണ്ടമേളം എന്നിവയും മിഴിവേകി. ആയിരക്കണക്കിന് ഭക്തരാണ് പങ്കെടുത്തത്. അഞ്ചൽ അഗസ്ത്യക്കോട് ശ്രീമഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവ ദിനത്തിൽ ഭഗവത് ദർശനത്തിനായി വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. മണിക്കൂറുകളോളം ക്യൂ നിന്നാണ് ഭക്തർ ദർശനം നടത്തിയത്. ദർശനം നടത്താനെത്തിയ ഭക്തർക്ക് അഗസ്ത്യക്കോട് റെസിഡൻസ് അസോസിയേഷൻ പ്രഭാത ഭക്ഷണവും ഒരുക്കിയിരുന്നു. മാത്ര ആയിരവല്ലി ശിവക്ഷേത്രത്തിലും ഉത്സവഘോഷയാത്ര നടന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. കടുത്ത വേനലിലും 100 മേനി വിളവെടുത്ത് മാതൃകയായിരിക്കുകയാണ് കാടിന്റെ മക്കൾ.
ഉറുകുന്ന മലവേടർ കോളനിയിലെ ആദിവാസി വിഭാഗമാണ് 2.5 ഏക്കറിൽ ജൈവ കൃഷി ചെയ്ത് വിളവെടുത്തത്. ഉറുകുന്ന മലവേടർ കോളനിയിലെ 2 ഏക്കർ ഭൂമിയിലാണ് കാടിന്റെ മക്കൾ കടുത്ത വേനലിലും ക്യാബേജും കോളിഫ്ലവറും ചീരയും ക്യാരറ്റുമൊക്കെ കൃഷി ഇറക്കിയത്. വനവിഭവങ്ങൾ മാത്രം ശേഖരിച്ച് ശീലമുള്ള ആദിവാസി സംഘം അങ്ങനെ ജൈവ കൃഷിയുടെ പുത്തൻ ലോകത്തേക്കും വിജയകരമായി ചുവടുവെച്ചിരിക്കുകയാണ്. വിഷരഹിത പച്ചക്കറിയുടെ സാധ്യതയാണ് ഇവർക്ക് തരിശുഭൂമിയിൽ പൊന്നുവിളയിക്കാൻ ഊർജ്ജമേകിയത്. ഒപ്പം ആദിവാസി കൂട്ടായ്മയായ തണലെന്ന സംഘടനയുടെ പിന്തുണയും. ഇക്കഴിഞ്ഞ ദിവസം മുതൽ ക്യാബേജിന്റെ വിളവെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. ജലദൗർലഭ്യവും കടുത്ത വേനലുമാണ് തങ്ങളെ അലട്ടുന്ന പ്രധാന പ്രശ്നമെന്ന് ഇവർ പറയുന്നു. വെള്ളത്തിന്റെ വലിയൊരു പ്രശ്നം തന്നെയുണ്ട്. ആ വെള്ളം കുറെ കൂടെ കിട്ടുവാന്നേരി നമുക്ക് ഇതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. ഇപ്പം നമ്മുടെ തൽക്കാലത്തേക്ക് നമുക്ക് വെള്ളത്തിന് മറ്റു മാർഗമില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഈ ആറ്റിൽ നിന്നാണ് നമ്മൾ വെള്ളം എടുക്കുന്നത്. ഇത് നമ്മൾ ഉടനെ തന്നെ നമ്മൾ അടുത്തൊരു ഒരു വലിയൊരു കുളം കുടിച്ച് ഇപ്പം ഇത്രയും വലിയ ഉണക്കില്ലാതിരുന്നെങ്കിൽ നമുക്ക് ആ കുളം കുടിച്ച് നമുക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടുമായിരുന്നു. നമ്മൾ ഇതിൻ്റെ വിളവെടുപ്പ് എന്ന് പറയുമ്പോൾ ഇന്നലെ ആയിരുന്നു ഇതിൻ്റെ വിളവെടുപ്പ്. ഇന്നലെ കൃഷി ഡയറക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അവരുടെ നേതൃത്വത്തിൽ വിളവെടുത്ത് നമ്മൾ വിപണിയിലാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ലോഡ് സാധനം നമ്മൾ വിപണിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. അവർ രാവിലെ തന്നെ വിളവെടുത്ത് കഴിഞ്ഞു. അത് വിപണിയിൽ കൊണ്ടുപോയി. ഇനിയിപ്പോൾ നമുക്കൊരു 2-3 ദിവസം കഴിയുമ്പോഴേക്കും വീണ്ടും നമുക്ക് വിളവെടുക്കത്തക്ക സൗകര്യമാകും. അങ്ങനെ വന്നതിനെ കൊണ്ട് നമുക്ക് കുറേ കൂടെ മെച്ചപ്പെട്ട നിലയിലേക്ക് ഈ പഞ്ചായത്തിലുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ പഞ്ചായത്തിലുള്ള മുഴുവൻ ആളുകൾക്കും വിഷരഹിത പച്ചക്കറി കൊടുക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ പ്രധാനമായി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഒപ്പം കാട്ടുമൃഗങ്ങളുടെ ശല്യവും. വരും ദിവസങ്ങളിൽ വേനൽ കടുക്കുന്നതോടെ ടാങ്ക് നിർമ്മിച്ച് വെള്ളം കല്ലടയാറ്റിൽ നിന്നും പമ്പ് ചെയ്യാനാണ് ഇവരുടെ ആലോചന. വിത്ത് ലഭ്യത മുതൽ കൃഷിയുടെ എല്ലാ കാര്യത്തിലും തെന്മല കൃഷി ഓഫീസർ അജോയ് സുകുമാരൻ, തണൽ സംഘടനയുടെ സാരഥി സുരേഷ് കുമാർ എന്നിവരുടെ സഹായവും ഇവർക്കുണ്ട്. ലൈവ് വാർത്ത തെന്മല. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് മാനേജ്മെന്റ് കൈവശം വെച്ചിരിക്കുന്ന സർക്കാർ ഭൂമി തിരിച്ചുപിടിച്ച് ഭൂരഹിതർക്ക് വിതരണം ചെയ്യണമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് PM വേലായുധൻ. BJP നേതൃത്വത്തിൽ പട്ടാഴി വടക്കേക്കരയിൽ നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സെന്റ് സ്റ്റീഫൻസ് കോർപ്പറേറ്റ് മാനേജ്മെന്റ് കൈവശം വെച്ചിരിക്കുന്ന ഭൂമി പിടിച്ചെടുക്കുന്നതിൽ സർക്കാർ സംവിധാനം വിമുഖത കാട്ടിയാൽ BJP നേതൃത്വത്തിൽ ഭൂമി പിടിച്ചെടുക്കുമെന്ന് PM വേലായുധൻ പട്ടാഴി വടക്കേക്കരയിൽ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ഇന്നും ഭൂമിക്ക് വേണ്ടി പട്ടിണി പാവങ്ങൾ തെരുവിൽ അലഞ്ഞു കിടന്ന് നടക്കാം. ഏതാണ്ട് 4 വർഷം കഴിഞ്ഞു നമ്മുടെ അരിപ്പ ഭൂസമരം. ആ സമരത്തിന്റെ നേതാവ് ശ്രീരാം കൊയ്യോൻ ആ സമരപ്പന്തലിൽ പോയി 4065 കുടുംബങ്ങൾ അവിടെ സമരഭൂമിയിലാണ്. CPM-നും കോൺഗ്രസിനുമെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ PM വേലായുധൻ ഉയർത്തിയത്. പട്ടാഴി വടക്കേക്കരയിൽ നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ BJP പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് G പ്രകാശ് അധ്യക്ഷത വഹിച്ചു. പൌരസമിതി കൺവീനർ R ശംഭു ആമുഖ പ്രസംഗം നടത്തി. ജില്ലാ കളക്ടറുടെ നിർദ്ദേശം വന്നു, അവിടെ നോട്ടീസ് ഒട്ടിക്കണം, അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കണം. ഇവിടുത്തെ 2 ഉദ്യോഗസ്ഥന്മാർ പാവങ്ങൾ അവിടെ 2 നോട്ടീസുമായിട്ട് പോയി. നോട്ടീസ് ഒട്ടിക്കാൻ പശ തേച്ചത് മാത്രമേ അവർക്ക് ഓർമ്മയുള്ളൂ. കോളേജിലെ മാനേജ്മെന്റിന്റെ ഗുണ്ടകൾ അവരെ ഓടിച്ചെടുത്തു. നോട്ടീസ് ഒട്ടിക്കാൻ സമ്മതിച്ചില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ പഞ്ചായത്തിലുള്ള ഒരു മാനേജ്മെന്റിലെ ആളുകള് ഇവിടെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ വിരട്ടി ഓടിക്കാൻ തക്ക രീതിയിലുള്ള സ്വാധീനം ഭരണവ്യവസ്ഥയിൽ നേടിയെടുത്തെങ്കിൽ അത് ആരുടെ പിന്തുണ കൊണ്ടാണെന്ന് നമുക്കറിയാം. ദളിത് മോർച്ച കൊല്ലം ജില്ലാ പ്രസിഡന്റ് R രാജഗോപാൽ മുഖ്യ പ്രഭാഷണം നടത്തി. BJP നിയോജകമണ്ഡലം സെക്രട്ടറി കറവൂർ കണ്ണൻ, BJP നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് മുരളീധരൻ മാസ്റ്റർ, രാഹുൽ ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. പത്തനാപുരത്ത് പുതുതായി പ്രവർത്തനം ആരംഭിച്ച വാട്ടർ അതോറിറ്റി സെക്ഷൻ ഓഫീസ് തന്റെ ശ്രമഫലമായാണ് പത്തനാപുരത്ത് എത്തിയതെന്ന് മുൻ KLDC ചെയർമാൻ ബെന്നി കക്കാട്. UDF സർക്കാരിന്റെ കാലത്താണ് ഇതിന് ഭരണാനുമതി ലഭിച്ചതെന്നും ബെന്നി കക്കാട് വ്യക്തമാക്കി. UDF അനേക വികസന പ്രവർത്തനം കഴിഞ്ഞ കാലത്ത് നടത്തിയുണ്ടായി. ഇപ്പോൾ എനിക്ക് പറയാനുള്ള UDF എന്നോ LDF എന്നോ ഉള്ള നിലപാടിലല്ല ഞാൻ പറയുന്നത്. കേരള കോൺഗ്രസിന്റെ മന്ത്രിയായിരുന്ന, കേരള കോൺഗ്രസിന്റെ മാത്രമല്ല കേരളത്തിന്റെ ജലസേന വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ PJ ജോസഫ് സാറ് ഇപ്പം പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ കൂടെയാണ്. അദ്ദേഹത്തെ നിരന്തരം നിവേദനങ്ങളും നിരന്തരം അദ്ദേഹത്തെ ശല്യപ്പെടുത്തി പത്തനാപുരത്ത് എന്റെ അന്തരിച്ച എന്റെ ചേട്ടൻ താമസിക്കുന്ന വീടിന്റെ താഴെ അവിടെ പമ്പ് ഹൗസിന് സ്ഥലമുണ്ടെന്നും ആ സ്ഥലം ഇതിന് ഉപകാരപ്രദമായിരിക്കും, ഓഫീസിന് ഉപകാരപ്രദമായിരിക്കുമെന്നും മറ്റ് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാകില്ലെന്നും ഞാൻ ഉറപ്പുകൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ
ആ നിവേദനത്തിൽ സൂചിപ്പിക്കുകയും ഉറപ്പുകൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പി.ജെ. ജോസഫ് സാറ് മുഴുവൻ ആളുകളെയും വിളിച്ചുകൂട്ടി ആ ഓഫീസിലെ ഉള്ള ആളുകളെ വിളിച്ച് അന്നത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്ന സുധീർ അവരുകളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് അടിയന്തരമായി നടപ്പിലാക്കണം, അടിയന്തരമായി ഇതിന്റെ സ്റ്റെപ്പ് മൂവ് ചെയ്യണമെന്ന് പറയും. അതിന് നിരന്തരം നമ്മൾ അദ്ദേഹത്തെ ബന്ധപ്പെട്ട് അവസാനം ഇത് തരികയായിരുന്നു ഉണ്ടായത്. അന്ന് MLA സമയം ചോദിച്ചു, ഉദ്ഘാടനത്തിന് സമയം ചോദിച്ചു. അന്ന് MLA അദ്ദേഹം അതിന് കൂട്ടാക്കിയില്ല. അന്നേരത്തെ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയായിരുന്നു. പക്ഷേ അതിനുശേഷം ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട ആളുകളെ വിസ്മരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നടക്കാൻ പോകുന്ന ഈ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് എന്നെ അടക്കമുള്ള പത്തനാപുരത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഒരുപാട് പങ്കുവഹിച്ചിട്ടുള്ള എന്നെ കൊണ്ട് കഴിയുന്ന KM മാണി സാറ് റവന്യൂ മന്ത്രിയായിരുന്നപ്പോൾ അനേക റോഡുകൾ, എത്രയെത്ര റോഡുകൾ കൊണ്ടുവന്നു എന്നെനിക്ക് എണ്ണം വെച്ച് പറയാൻ കഴിയില്ല. അത്രമാത്രം റോഡുകൾ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും ടോട്ട് ഫണ്ടിൽ നിന്നും ഒക്കെ കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ്. കാരുണ്യ ബെനവലന്റ് ഫണ്ടിലൂടെ പത്തനാപുരം നിയോജകമണ്ഡലത്തിലുള്ള 400 രോഗികൾക്ക് സൗഖ്യം കിട്ടുവാൻ വേണ്ടി 2 ലക്ഷം രൂപ വരെ ഗവൺമെന്റിൽ നിന്ന്, അതായത് കാരുണ്യ ബെനവലന്റ് ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച് മാണി സാറിന് ഒപ്പിട്ട് കൊടുത്ത ഒരു വ്യക്തിയും കൂടെയാണ് ഞാൻ. അതിനുവേണ്ടി പ്രയത്നിച്ച 1-2 ദിവസം അതിനുവേണ്ടി മെനക്കെട്ട് പട്ടത്ത് ഓഫീസിൽ പോയി, കൊല്ലത്ത് ഓഫീസിൽ പോയി, അതിനൊക്കെ വേണ്ടി കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം വികസന പ്രവർത്തനങ്ങൾ ആര് നടത്തിയാലും, LDF നടത്തട്ടെ, UDF നടത്തട്ടെ, അത് രാഷ്ട്രീയവൽക്കരിക്കില്ല. സ്വന്തം കീശയിലാക്കി, സ്വന്തം എല്ലാം ഞാനാണ്, എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ എന്ത് കൊണ്ടുവന്നാലും പത്തനാപുരത്തെ സമഗ്രമായ വികസനത്തിന് വേണ്ടി MLA എന്ത് ചെയ്താലും അതിന് ഉറ്റമായി പിന്തുണ കൊടുക്കുന്ന ഒരു പൊതുപ്രവർത്തനം ഞാൻ. പക്ഷെ ഞങ്ങളെയൊക്കെ അവഗണിച്ച് 10-30 വർഷക്കാലം വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെ വന്ന് പത്തനാപുരത്തിന്റെ വികസനത്തിന് വേണ്ടി, പത്തനാപുരത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഞങ്ങളെപ്പോലുള്ള ആളുകളെ ഇതുപോലെ ഉദ്ഘാടന ചടങ്ങ് വിസ്മരിച്ച് മാറ്റി നിർത്തുന്ന ഈ നടപടി അപലപനീയമാണ്. ഈ നടപടിക്കെതിരെ ശക്തമായുള്ള പോരാട്ടത്തിൽ കേരള കോൺഗ്രസും പാർട്ടിയും, കേരള കോൺഗ്രസും ഞാനടക്കമുള്ള നേതാക്കൾ, UDF നേതാക്കൾ വരികയാണെങ്കിൽ അവരെയും സംഘടിപ്പിച്ച് ഇതിനെതിരെ ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കും എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കും. 1982 A. ജോർജ് കൊണ്ടുവന്ന കിഴക്കത്തെരുവ് തലൂർ റോഡ് അദ്ദേഹത്തിന്റെ സൃഷ്ടിയാണ്. ആ റോഡ് അദ്ദേഹം കൊണ്ടുവന്നു. കഴിഞ്ഞ ദിവസം അതിന്റെ ഉദ്ഘാടനം നടക്കുകയുണ്ടായി. ആ റോഡ് ആര് കൊണ്ടുവന്നെന്നോ ആരാണ് അതിന് പ്രവർത്തിച്ചതെന്നോ ഒരു അക്ഷരം സ്ഥലം MLA സൂചിപ്പിച്ചില്ല. അദ്ദേഹത്തിൻ്റെതായ UDF ഭരണകാലത്ത് ഭരണാനുമതി കിട്ടി, അതിന്റെ ഫൈനാൻസ് ആക്ഷൻ കിട്ടിയ റോഡാണ്. അതുപോലെ ഈ പത്തനാപുരം നിയമത്തിൽ എലിക്കാട്ടൂർ പാലം UDFന്റെ ഭരണകാലത്താണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ UDFനെ ഞാൻ പോറ്റി പറയുവാനോ, ഞങ്ങൾക്കിപ്പോൾ ഒരു നിലപാട് സ്വതന്ത്ര രാഷ്ട്രീയ നിലപാടാണ്, ജനപക്ഷ സ്വതന്ത്ര രാഷ്ട്രീയ നിലപാടാണ്. അപ്പോൾ അതിന്റെ അകത്ത് നിന്നുകൊണ്ട് പറയട്ടെ, UDF ചെയ്താലും LDF ചെയ്താലും വികസന പ്രവർത്തനങ്ങൾ വികസനം തന്നെയാണ്. പക്ഷേ ഇതിൽ വ്യക്തിപരമായ ആളുകളെ ആക്ഷേപിച്ച്, വ്യക്തിപരമായി ഇതിനുവേണ്ടി പ്രവർത്തിച്ചവരെ മാറ്റി നിർത്തി ഇങ്ങനെയുള്ള ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത് രാഷ്ട്രീയ മര്യാദയ്ക്ക് ഭൂഷണമല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. വിശ്വസ്തയുടെ 24 വർഷങ്ങൾ. P. ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം P. ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. പത്തനാപുരം സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന കുടിശ്ശിക അദാലത്ത് വിജയകരമാക്കണമെന്ന് ബാങ്ക് നേതൃത്വം അറിയിച്ചു.
സഹകരിക്കണമെന്നും ബാങ്ക് പ്രസിഡന്റ് ബി അജയകുമാർ അഭ്യർത്ഥിച്ചു. പത്തനാപുരം സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിൽ നിന്നും വായ്പ എടുത്തിട്ടുള്ള സഹകാരികൾക്ക് അദാലത്തിൽ കുടിശ്ശിക ഇളവ് നൽകുമെന്നും ജപ്തി നടപടികൾ ഒഴിവാക്കി നൽകുമെന്നും പ്രസിഡന്റ് ബി അജയകുമാർ പറഞ്ഞു. പത്തനാപുരം താലൂക്ക് കാർഷിക ബാങ്ക് കുടിശ്ശിക നിവാരണ യജ്ഞം സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഈ വരുന്ന ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് കുടിശ്ശിക അദാലത്ത് സംഘടിപ്പിക്കും. ബന്ധപ്പെട്ട ഉപഭോക്താക്കൾ കൃത്യമായി എത്തിച്ചേർന്ന് ഈ കുടിശ്ശിക അദാലത്തിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സംസ്ഥാന ഗവൺമെന്റ് വൻ ആനുകൂല്യങ്ങളാണ് ഇപ്പം കുടിശ്ശിക അടയ്ക്കുന്ന ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൂടാതെ സംസ്ഥാന കാർഷിക ബാങ്കിന്റെയും കൂടെ ആനുകൂല്യങ്ങൾ ചേർത്താണ് പത്തനാപുരം താലൂക്ക് കാർഷിക ബാങ്ക് ഇപ്പോൾ കുടിശ്ശിക നിവാരണ യജ്ഞത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ബന്ധപ്പെട്ട നല്ലൊരു അവസരമായി കണ്ട് ബഹുമാനപ്പെട്ട സഹകാരികൾ പങ്കെടുക്കാനും കുടിശ്ശിക അടച്ച് ബാങ്കിൽ വരുവാനും തയ്യാറാണ്. സംസ്ഥാന സർക്കാരിന്റെ നവകേരളീയം കുടിശ്ശിക നിവാരണ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സഹകരണ കാർഷിക വികസന ബാങ്ക് നടപ്പാക്കുന്ന ഒറ്റത്തീർപ്പാക്കൽ പദ്ധതിയുടെ ഭാഗമായാണ് പത്തനാപുരം സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിലും കുടിശ്ശിക അദാലത്ത് സംഘടിപ്പിക്കുന്നതെന്ന് ബി അജയകുമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഇടവൺ 34 ശ്രീ മാടൻകാവിൽ പൊങ്കാല സമർപ്പണം നടന്നു. നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് പൊങ്കാലയർപ്പിക്കാൻ കാവിലെത്തിയത്. ഇടമൺ 34 3449 നമ്പർ ആർ ശങ്കർ SNDP ശാഖയും ഉത്സവ കമ്മിറ്റിയും ചേർന്നാണ് ശിവരാത്രി ആഘോഷം സംഘടിപ്പിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 5:30 പ്രഭാതഭേരി, പള്ളി ഉണർത്തൽ, ഉഷപൂജ, ഗണപതി ഹോമം എന്നിവയ്ക്ക് ശേഷമാണ് സമൂഹ പൊങ്കാലയ്ക്ക് തുടക്കമായത്. കായംകുളം വാലയിൽ മഠത്തിൽ സാബുപോറ്റിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് സമൂഹ പൊങ്കാല ചടങ്ങുകൾ നടന്നത്. നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് പൊങ്കാല അർപ്പിക്കാൻ മാടൻകാവിലെത്തിയത്. വൈകുന്നേരം 4-ന് ഘോഷയാത്രയും നടന്നു. ന്യൂസ് ബ്യൂറോ, തെന്മല. ബിസിനസ് വാർത്തകൾ. വസ്ത്രവ്യാപാര രംഗത്ത് വ്യത്യസ്ത കളക്ഷനുകളുമായി ശ്രദ്ധേയമാവുകയാണ് പുനലൂരിലെ വൈറ്റ്പേൾ. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി എല്ലാത്തരം സ്കൂൾ യൂണിഫോമുകളുടെയും വിപുലമായ ശേഖരമാണ് വൈറ്റ്പേളിൽ ഒരുക്കിയിട്ടുള്ളത്. വസ്ത്രവ്യാപാര രംഗത്ത് 2 പതിറ്റാണ്ടിന് മേൽ പാരമ്പര്യമുള്ള പുനലൂർ ജോസ് ടെക്സ്റ്റൈൽസിന്റെ സഹോദര സ്ഥാപനമാണ് വൈറ്റ്പേൾ. വ്യത്യസ്ത ട്രെൻഡുകളിലുള്ള വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരമാണ് ഉപഭോക്താക്കൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ബനാറസ്, ബോംബെ, അഹമ്മദാബാദ്, ബാംഗ്ലൂർ, കൽക്കട്ട തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള ട്രഡീഷണൽ ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരവും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. കട്ട്വർക്ക് സാരികൾ, എംബ്രോയിഡറി സാരികൾ, വ്യത്യസ്ത ഫാഷനിലുള്ള വിവിധതരം ചുരിദാറുകൾ എന്നിവ ഉപഭോക്താക്കൾക്ക് യഥേഷ്ടം തെരഞ്ഞെടുക്കാം. മാത്രമല്ല, അധ്യയന വർഷാരംഭത്തോടെ എല്ലാത്തരം സ്കൂൾ യൂണിഫോമുകളുടെയും വിപുലമായ ശേഖരവും വൈറ്റ്പേളിൽ ഒരുക്കിയിരിക്കുന്നു. മികച്ച കമ്പനികളുടെ ഒറിജിനൽ ഉൽപ്പന്നങ്ങൾ പുത്തൻ ട്രെൻഡിനനുസരിച്ച് കുറഞ്ഞ നിരക്കിൽ ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് വൈറ്റ്പേൾ മാനേജിംഗ് ഡയറക്ടർ ചാക്കോ ജോസ് പറയുന്നു. ബിസിനസ് ന്യൂസ് ലൈവ് വാർത്ത. പ്രധാന വാർത്തകൾ. ദേശീയപാതയിലും സംസ്ഥാന പാതകളിലും അപകടങ്ങൾ തുടർക്കഥ. അമിതവേഗവും അധികൃതരുടെ അനാസ്ഥയും അപകടം പെരുകാൻ കാരണം. അപകടത്തിൽ ജീവൻ പൊലിഞ്ഞ ബോണി ബെഞ്ചമിന് യാത്രാമൊഴി. പത്തനാപുരത്ത് ക്രിസ്തീയ മാനേജ്മെന്റിനെതിരെ ഭൂമി കയ്യേറ്റം ആരോപിച്ച് BJP. ഭൂമി തിരിച്ചുപിടിച്ച് ഭൂരഹിതർക്ക് നൽകണമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് PM വേലായുധൻ. പുനലൂർ താലൂക്ക് ആശുപത്രിയെ ജില്ലാ ആശുപത്രിയായി ഉയർത്തുമെന്ന മന്ത്രിയുടെ പ്രഖ്യാപനം പാഴ്വാക്കാകുന്നു. മാസങ്ങൾ കഴിഞ്ഞിട്ടും നടപടിയില്ല. ശിവരാത്രി നിറവിൽ നാടും നഗരവും. ശിവക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ചാനൽ ലൈവ് ഒരുക്കുന്ന ക്ലാസിക്കൽ നൃത്ത റിയാലിറ്റി ഷോ വസന്തോത്സവം. ക്ലാസിക്കൽ നൃത്തത്തിൽ അഭിരുചിയുള്ള 17 വയസ്സ് വരെയുള്ള മത്സരാർത്ഥികൾക്ക് പങ്കെടുക്കാം. 2ാം ഘട്ട ഓഡിഷൻ പത്തനാപുരത്ത്. കൂടുതൽ വിവരങ്ങൾക്ക് 9446547555 9446521555